അങ്ങനെ ഡിറ്റക്റ്റീവ് വിജിലൻ പോയി കണ്ടു. ആക്ച്വലി ഇന്ന് മെയിനായിട്ട് ഇറങ്ങിയത് 2 സിനിമയാണ്. ഒന്ന് നരിവേട്ട നമ്മുടെ ടൊവിനോ തോമസിൻ്റെ, രണ്ടാമത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിറ്റക്റ്റീവ് വിജിലനും. ഈ രണ്ടിൽ ഏത് ആദ്യം പോയി കാണുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ആദ്യം ട്രെയിലറിലേക്കാണ് നോക്കിയത്. ട്രെയിലർ നോക്കിയപ്പോൾ നമ്മുടെ ടൊവിനോ തോമസിൻ്റെ പ്യുവർലി ഡ്രാമ ബേസ്ഡ് സിനിമ, അതായത് കുറച്ച് റിയലിസ്റ്റിക് എലമെൻ്റൊക്കെ ഉള്ള സിനിമ പോലെ തോന്നി. അതുപോലെ തന്നെ ഈ ഡിറ്റക്റ്റീവ് വിജിലനാണെങ്കിൽ ഒരു കോമഡി സിനിമയായിട്ടും എന്തോ കോമഡിയുടെ പണ്ട് പ്രിയമുള്ളതുകൊണ്ട് ഞാൻ അതിന് തന്നെ ടിക്കറ്റ് എടുത്തു. ഇനി ഈ സിനിമയുടെ തീമെന്ന് പറയുന്നതും അതുപോലെ തന്നെ, അതായത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലൊരു ഡിറ്റക്റ്റീവ് ഉണ്ട്. ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ആ ഗ്രാമത്തിലെ ചെറിയ മോഷണങ്ങളും കള്ളന്മാരെയൊക്കെ പിടിച്ച് സഹായിക്കുന്നു. പിന്നെ ഒരു കൊലപാതകം നടക്കുന്നു, അത് തെളിയിക്കാൻ വേറൊരു പോലീസും വരുന്നു, ഇവനും വരുന്നു, ആര് തെളിയിക്കും, അങ്ങനത്തെയൊക്കെ ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അന്യായ നിരാശയാണ് ഈ സിനിമ കാരണം ഉണ്ടായത്. കാരണം ഇതിൽ റൈറ്റിംഗ് നല്ല ലേസി റൈറ്റിംഗ് ആയിട്ട് വന്നത്, വിരസമായിട്ട് എഴുതിയേക്കൊണ്ട് കഥ പോലെ. ഒരു ഡിറ്റക്റ്റീവ് സിനിമയൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. കാരണം അതും കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥ പോലെയാണ്. ഈ 2025 2000 നൂറ്റാണ്ടൊന്നുമല്ല. അപ്പോൾ മീൻസ് പഴയ ഉപകരണങ്ങളൊക്കെ വെച്ച് കുറ്റം കണ്ടുപിടിക്കുന്നത് അതൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. ബട്ട് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഈ ധ്യാൻ ശ്രീനിവാസൻ കുറ്റം കണ്ടുപിടിക്കുന്നതൊക്കെ അന്യായ ശോകം, പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഉള്ളില്ലാത്തൊരു കഥ പോലെയാണ് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ കൊലപാതകത്തിൻ്റെ പുറകെ പോകുന്നതാണെങ്കിൽ പോലും പല ഡയലോഗ് പലയിടത്തും പാളിപ്പോയിട്ടുമുണ്ട്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഫ്ലോയിൽ പോകാറുണ്ട്. ഇത് എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ, ഡയറക്ഷൻ്റെ കുഴപ്പമാണോ, കഥയുടെ കുഴപ്പമാണെന്ന് അറിയാൻ പാടില്ല. എന്നെ എന്തായാലും സിനിമ പിടിച്ചിരുത്തിയില്ല, എനിക്കധികം രസം തോന്നിയില്ല. ഭയങ്കര വിരസമായിട്ടാണ് തോന്നിയത്. ചില ഭാഗത്തെ BGM, 2-3 സ്ഥലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. ബാക്കി പടം നോക്കുകയാണെങ്കിൽ ഒരു കഥ, ഇതിപ്പോൾ ഒരു യൂട്യൂബിൽ നമ്മൾ കണ്ടാലും വിഷമമാവാത്ത രീതിയിലുള്ള പടം. കാരണം തിയേറ്ററിൽ പോകുമ്പോൾ കുറച്ച് കാശ് കൊടുക്കണം, ആ കാശിനുള്ള വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ അല്ലമീനൊക്കെ റോളുണ്ട്, അതൊന്നും അത്ര പടത്ത് വലിയ റോളൊന്നും ഇല്ല. എന്തോ മാർക്കറ്റിങ്ങിൻ്റെ പരമായിട്ടായിരിക്കും ഈ റീൽസിൽ നിന്നുള്ളവരെ എടുക്കണത്. പിന്നെ അല്ലമീൻ്റെ കൂട്ടാളികൾക്കൊക്കെ അത്യാവശ്യം നല്ല റോളുണ്ട്. ബാക്കി പടം മൊത്തത്തിൽ എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റാണ് കിട്ടിയത്. കാരണം അത്രയ്ക്ക് എക്സ്പെക്റ്റേഷൻ ആവുന്നു ഈ ഡിറ്റക്റ്റീവ് കഥകൾക്ക്. അന്യായ ലേസ് റേറ്റിംഗ് ആയിരുന്നു. ഒരു കുറ്റം കണ്ടുപിടിക്കണതെന്നൊരു രസമില്ല, വളരെ അരോചകമായിട്ടാണ് തോന്നി. ചില ഒരു മാല കട്ട കേസൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ പല ഡയലോഗും പാളി പോകണമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങൾ കണ്ടവർക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. ബാക്കി കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കണ്ടോ. കാരണം ഈ ചില സിനിമ ലവേഴ്സൊക്കെ അങ്ങനെയാണ്, ഏത് പടമായാലും എങ്ങനെയായാലും എല്ലാ ദിവസവും അവർക്കൊരു സിനിമ കാണണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോകാം. ഇനി കാശ് മീൻസ് ഒരു പടത്തിനുള്ള കാശുള്ളൂ എങ്കിൽ നിങ്ങൾ നരിവേട്ടയുടെയും കൂടി റിവ്യൂ കണ്ടിട്ട് വേണം പോകാൻ. കാരണം നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിന് പോയി കാണാം.